ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ആ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ഇന്നോവേറ്റീവ് സോഴ്സസിൽ ഉൾപ്പെടുന്ന ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ കുറേ ടോപ്പിക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഹൈബ്രിഡ് ഫിനാൻസിങ് എന്താണ്? ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിനാൻസിങ് മെത്തേഡ് യൂസ്ഡ് ബൈ ബിസിനസ് ടു റേസ് ക്യാപിറ്റൽ. അതായത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം തന്നെ മനസ്സിലാകും. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് എന്താണ് ഫിനാൻസിങ് മെത്തേഡുകളെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഫിനാൻസിങ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിനാൻസിങ് മെത്തേഡ് യൂസ്ഡ് ബൈ ബിസിനസ് ടു റേസ് ക്യാപിറ്റൽ. അതായത് ഇറ്റ് ഇൻവോൾവ്സ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അതായത് ഡെപ്റ്റും അതേപോലെ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളും എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നോർമലി ഹൈബ്രിഡ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിനെ ഉപയോഗിക്കുന്ന, അതിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈബ്രിഡ് ഫിനാൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഹൈബ്രിഡ് സെക്യൂരിറ്റീസ്. ഹൈബ്രിഡ് സെക്യൂരിറ്റീസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്താണ് കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കമ്പനീസ് ഇക്വിറ്റി അറ്റ് ലേറ്റർ ഡേറ്റ്. ഓക്കെ, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ് കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇക്വിറ്റി ഷെയറിലേക്ക് പിന്നീട് ഒരു ഡേറ്റിന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്നതാണ് എന്ത്, കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഓഫേഴ്സ് റെഗുലർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആൻഡ് ദി പൊട്ടൻഷ്യൽ ഫോർ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ദി കമ്പനി സ്റ്റോക്ക് പെർഫോംസ് വെൽ എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്താണ്, ഒരു റെഗുലർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റിയിലേക്ക് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെ കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തതാണ് പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈബ്രിഡ് സെക്യൂരിറ്റി വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റീൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സുകൾ ഉൾപ്പെടുന്നതാണ് എന്ത്, പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ഫിക്സ്ഡ് ഡിവിഡൻഡ് ലൈക്ക് ബോണ്ട് ബട്ട് ഓൾസോ ഗിവ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓണർഷിപ്പ് റേറ്റ്. ഓക്കെ, ഒരു ഫിക്സ്ഡ് ഡിവിഡൻഡ് നൽകുന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സ് ഓണർഷിപ്പ് റേറ്റും കൂടെ അത് നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിഫേർഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ബിഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ. അതായത് നമ്മൾ ലിക്വിഡേഷൻ്റെ ഒക്കെ സമയത്ത് ഈ ഒരു പ്രിഫേർഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സിന് ആദ്യം എന്ത് ചെയ്യും, പേയ്മെൻറ്റുകൾ നടത്തും. അപ്പോൾ ഇവിടെ പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മിക്സ് ഓഫ് ബോത്ത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, നോർമലി ബോണ്ടുകളെ പോലെ ഒരു ഫിക്സ്ഡ് ഡിവിഡൻറ്റുകൾ നൽകും, അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് ഓണർഷിപ്പ് റേറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് വാറണ്ട് എന്ന് പറയുന്നത്. വാറണ്ട് ഗിവ്സ് ദി ഹോൾഡർ ദി റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ടു ബൈ കമ്പനി സ്റ്റോക്ക് അറ്റ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. വാറണ്ട് നൽകുന്നത് ഹോൾഡർക്ക് എന്താണ്, ഒരു റൈറ്റ് ആണ്, ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ, എന്തല്ല, ഒബ്ലിഗേഷൻ അല്ല, ടു ബൈ കമ്പനി സ്റ്റോക്ക്. ഇതെന്താണ്, ഒരു അവകാശമായിട്ടാണ് വാറണ്ട് വരുന്നത് അതിൻ്റെ ഹോൾഡർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഒബ്ലിഗേഷൻ ആയിട്ടല്ല വരുന്നത്, ഒരു അവകാശം, റൈറ്റ് ആയിട്ടാണ് ടു ബൈ കമ്പനി സ്റ്റോക്ക്. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള റൈറ്റ് ആയിട്ടാണ് വാറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ ഒരു ഡേറ്റിനുള്ളിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു റേറ്റ് ആണ് നൽകുന്നത്. അപ്പോൾ വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദി റൈറ്റ് ടു ബൈ കമ്പനി സ്റ്റോക്ക് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഹൈബ്രിഡ് ഫിനാൻസിങ്. ഹൈബ്രിഡ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമതാണ് ഇൻകം ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.
അതായത് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം സ്റ്റേബിൾ ഇൻകം ത്രൂ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്റ്റേബിൾ ഇൻകം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിക്സ്ഡ് പേയ്മെൻറ്റിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് വരുന്നത്. ദേ ഹാവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓൾസോ. ഓക്കെ, ഇതിന് എന്തുണ്ടാകും, ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാകും എന്നുള്ളത് കൂടെയാണ്. ഇനി ലോവർ റിസ്ക് ദാൻ ഇക്വിറ്റി, ഇക്വിറ്റിയേക്കാളും റിസ്ക് കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ഹൈബ്രിഡ് സെക്യൂരിറ്റീസ് ജനറലി കെയറി ലെസ് റിസ്ക് ദാൻ പ്യുവർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നോർമലി നമ്മുടെ പ്യുവർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കുറവ് റിസ്ക് മാത്രമേ ഇതിലുള്ളൂ എന്നുള്ളതാണ് വരുന്നത്. ഇനി മറ്റൊന്നെന്താണ്, ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻസ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഇവിടെ ഡെപ്റ്റും ഇക്വിറ്റിയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് സെക്യൂരിറ്റി വരുന്നത്. ഇപ്പോൾ ദിസ് ഗിവ്സ് ബിസിനസ് മോർ ഓപ്ഷൻ ടു റേസ് ഫണ്ട്. ഇതെന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് കൂടുതൽ ഓപ്ഷൻസ് നൽകുന്നു ഫണ്ടുകൾ റേസ് ചെയ്യാൻ എന്നുള്ളതാണ്. ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. ഇനി നാലാമത്തത്, അസസ് ടു മോർ ക്യാപിറ്റൽ. ഹൈബ്രിഡ് ഫിനാൻസിങ് അലോസ് ബിസിനസ് ടു റേസ് ലാർജർ എമൗണ്ട് ഓഫ് മണി ബൈ യൂസിങ് ബോത്ത് ടൈപ്പ് ഓഫ് ഫണ്ടിങ്. ഓക്കെ, അതായത് ഇക്വിറ്റി ഡെപ്റ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ എമൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ലോങ് ടേം ഗ്രോത്ത് ആണ്. ഇറ്റ് ഈസ് സപ്പോർട്ട് ലോങ് ടേം പ്രോജക്റ്റ് ഓഫറിംഗ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പൊട്ടൻഷ്യൽ. നോർമലി ഈ ഒരു ഹൈബ്രിഡ് ഫിനാൻസിങ് ലോങ് ടേം പ്രൊജക്റ്റുകളെയാണ് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈബ്രിഡ് ഫിനാൻസിങ്. എന്തൊക്കെയാണ് ഹൈബ്രിഡ് ഫിനാൻസിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. അതിൽ കോംപ്ലക്സിറ്റിയാണ് ഒന്ന് വരുന്നത്. അതായത് ഹൈബ്രിഡ് സെക്യൂരിറ്റി ആകുമ്പോൾ ഡെപ്റ്റും ഇക്വിറ്റിയും ഉൾപ്പെടുന്നതാണ്, അതിൻ്റെ രണ്ട് ഫീച്ചറുകളും ഉൾപ്പെടുന്നതാണ്. ദീസ് മേക്ക് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഫോർ സം ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇതെന്ത് ചെയ്യുന്നു, ചില ഇൻവെസ്റ്റേഴ്സിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത്, കോംപ്ലക്സിറ്റി. ഇനി ഹയർ റിസ്ക് ആണ്. ഹൈബ്രിഡ് സെക്യൂരിറ്റി മേ കെയറി ഹയർ റിസ്ക് കമ്പയർഡ് ടു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ഹയർ റിസ്ക് ആണ് ഈ ഒരു ഹൈബ്രിഡ് ഫിനാൻസിങ്ങിൽ. ഓക്കെ, റിസ്ക് കൂടുതലാണെന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് മറ്റൊന്ന് വരുന്നത് അൺസേർട്ടൈൻ റിട്ടേൺ ആണ്. റിട്ടേൺ ഓൺ ഹൈബ്രിഡ് സെക്യൂരിറ്റീസ് ഓഫൻ വേരിയബിൾ ആൻഡ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ പെർഫോമൻസ് ഓഫ് ദി അണ്ടർലൈങ് അസറ്റ്. നമ്മുടെ അസറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് എന്ത് ചെയ്യും, ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ മാറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ സെർട്ടൈൻ അല്ല, അൺസെർട്ടൈൻ ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി റെസ്ട്രിക്റ്റീവ് ടേം ആണ്. ഹൈബ്രിഡ് സെക്യൂരിറ്റി may include restrictive clauses such as call provisions, conversion provisions, ഇങ്ങനെ കൺവേർഷൻ ടേം പോലെയുള്ള റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ക്ലോസസുകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ലോവർ ലിക്വിഡിറ്റി ആണ്. ഡ്യൂ ടു യുണീക്ക് നേച്ചർ ഹൈബ്രിഡ് സെക്യൂരിറ്റീസ് ഹാവ് ലോവർ ലിക്വിഡിറ്റി കമ്പയർഡ് ടു ട്രഡീഷണൽ സ്റ്റോക്ക് ഓർ ബോണ്ട്. ട്രഡീഷണൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബോണ്ടിനെ കമ്പയർ ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, ലോവർ ആണെന്നുള്ളതാണ്. ലിക്വിഡിറ്റി ലോവർ ആണെന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹൈബ്രിഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്